ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ബ്രാൻഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലേ. ബ്രാൻഡിങ്ങിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇത് വെച്ചിട്ടുള്ളത്. അടുത്ത് നോക്കാനുള്ളത് പ്രൊഡക്റ്റും ബ്രാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കേട്ടോ. ദർ ഈസ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ്. ബ്രാൻഡും പ്രൊഡക്റ്റും തമ്മിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ബോത്ത് ആർ ഇൻസെപ്പറബിൾ. രണ്ടിനെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് പാർട്ടായിട്ട്, ബ്രാൻഡ് വേറെ പ്രൊഡക്റ്റ് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. വെൻ ദ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ബ്രാൻഡ് ഓൾസോ എക്സിസ്റ്റ്. പ്രൊഡക്റ്റ് ഉള്ളിടത്തോളം കാലം ആ ബ്രാൻഡും നിലനിൽക്കും, ബ്രാൻഡ് ഉള്ളിടത്തോളം കാലം ആ പ്രൊഡക്റ്റും നിലനിൽക്കും. വെൻ ദ പ്രൊഡക്റ്റ് ഡൈസ് ദ ബ്രാൻഡ് ഓൾസോ ഡൈസ്. ശരിയല്ലേ, പ്രൊഡക്റ്റ് ഇല്ലാണ്ടാവണം ആ ഒരു നിമിഷം തൊട്ടിട്ട് ബ്രാൻഡും ഇല്ലാണ്ടാവുക ചെയ്യാം. There is a direct relationship between a product and its brand because a product is what represent the brand. പ്രൊഡക്റ്റും ബ്രാൻഡും തമ്മിൽ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റും ഇല്ല, പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ബ്രാൻഡും ഇല്ല. അപ്പോൾ ബ്രാൻഡ് ഉള്ളിടത്തോളം കാലം പ്രൊഡക്ട്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവും, ബ്രാൻഡുകളും ഉണ്ടാവും. അതുകൊണ്ട് ഇതിൽ പറയുന്നത് ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ്. പ്രൊഡക്റ്റും ബ്രാൻഡും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ബ്രാൻഡ് എക്സിസ്റ്റ് ബിക്കോസ് എ പ്രൊഡക്റ്റ് ഈസ് വാട്ട് റെപ്രസെൻറ്റ് ബ്രാൻഡ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് ബ്രാൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇഫ് ദ പ്രൊഡക്റ്റ് ഫെയിൽസ് ദ ബ്രാൻഡ് എക്സ്പീരിയൻസസ് എ സെറ്റ് ബാക്ക്. ഈവൻ വൺ ഫെയിൽഡ് പ്രൊഡക്റ്റ് ക്യാൻ പ്രൂവ് ടു ബി fatal because of the stiff competition in the market. ചില സമയങ്ങളിലൊക്കെ എന്താണ് ഇത് ബ്രാൻഡ് ഇല്ലാണ്ടാവാറുണ്ട് അല്ലേ. എങ്ങനെ പ്രൊഡക്റ്റിന് ആ ഒരു കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സമയം വരുന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പിന്നെ സെയിലാവില്ല. അങ്ങനെ സെയിലാവാണ്ടായിട്ട് എന്ത് ചെയ്യാം, ബ്രാൻഡ് ആ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, ഉണ്ടായിട്ടുണ്ട് ഒരു മുന്നേ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ബ്രാൻഡ് പ്രൊഡക്റ്റും തമ്മിൽ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലേ ബ്രാൻഡ് ഉള്ളൂ, ബ്രാൻഡ് പ്രൊഡക്റ്റും എന്താണ് ഇൻസെപ്പറബിൾ ആണ്. ദെൻ പിന്നെന്താ പറയുക, ഇല്ലാണ്ടാവുന്നതോട് കൂടിയിട്ട് പ്രൊഡക്റ്റും ഇല്ലാണ്ടാവും, പ്രൊഡക്റ്റ് ഇല്ലാണ്ടായാലും ബ്രാൻഡും ഇല്ലാണ്ടാവും. അത് ഓർത്ത് വയ്ക്കാം. ദെൻ അടുത്ത് പറയാനുള്ളത് എന്താണ് പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, പ്രൊഡക്റ്റും ബ്രാൻഡും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്. പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മെയ്ഡ് ബൈ കമ്പനീസാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സാണ് അല്ലേ. കാരണം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കമ്പനീസാണ്, ബ്രാൻഡ് നെയിമൊക്കെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഒരു ബ്രാൻഡ് ആ ഒരു ബ്രാൻഡിനെ വളർത്തിയെടുക്കുന്ന ആരാണ്, ആക്ച്വലി കൺസ്യൂമേഴ്സാണ് ആ ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതിൽ പറയണത് മെയ്ഡ് ബൈ ദ കമ്പനി ഇൻ ദ ഫാക്ടറി ആൻഡ് പർച്ചേസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി. എങ്ങനെയാണ്, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവരുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യും, ദെൻ കൺസ്യൂമേഴ്സ് അത് എന്ത് ചെയ്യും, പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും അല്ലേ. ബട്ട് ബ്രാൻഡ് എങ്ങനെയാണ്, ബിൽഡ് ത്രൂ കസ്റ്റമർ പെർസെപ്ഷൻ, എക്സ്പെക്റ്റേഷൻ, എക്സ്പീരിയൻസ്. എന്താണ് ബ്രാൻഡ് എന്ന് പറയുന്നത്, അങ്ങനെയല്ല. ബ്രാൻഡ് ഉണ്ടാവുന്നത് കൺസ്യൂമേഴ്സിൻ്റെ പെർസെപ്ഷനിലൂടെയും ദെൻ ദെയർ എക്സ്പെക്റ്റേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡ് എന്ന നിലയിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവുന്നത് ത്രൂ കസ്റ്റമർ പെർസെപ്ഷൻ, എക്സ്പെക്റ്റേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഈ 3 കാര്യത്തിലൂടെയാണ് ബ്രാൻഡ് ഉണ്ടാവുന്നത്. ദെൻ പ്രൊഡക്റ്റിൽ പിന്നെ അടുത്ത് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കോപ്പീഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് അറ്റ് എനി ടൈം. ബ്രാൻഡ് ഏത് സമയം വേണമെങ്കിലും മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും അല്ലേ. ഒരു സെയിം പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു കമ്പനിക്ക് അധികം സമയമൊന്നും വേണ്ട. ഇറ്റ് ക്യാൻ ബി കോപ്പീഡ് അറ്റ് എനി ടൈം. ബട്ട് ഇൻ കേസ് ഓഫ് ബ്രാൻഡ് ആണെങ്കിൽ ഇറ്റ് കനോട്ട് ബി കോപ്പീഡ് ബൈ കോമ്പറ്റീറ്റേഴ്സിന് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്. അതിൽ എന്തുകൊണ്ടാണ് കോപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സാണ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷന് അത്ര തന്നെ ഈക്വൽ ആയിട്ടുള്ള എന്തുണ്ടാവണം, മീൻസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രൊഡക്റ്റിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് ഒരു ബ്രാൻഡ് അവിടെ ഉണ്ടാവണത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് ബി കോപ്പീഡ് ബൈ അനദർ കോമ്പറ്റീറ്റേഴ്സ്. ആ ഒരു പ്രൊഡക്റ്റിലുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ മറ്റൊരു കോമ്പറ്റീറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തത് പറയുന്നത് പ്രൊഡക്റ്റ് ക്യാൻ ബിക്കം ഒബ്സൊലറ്റ്. എന്താണ് ഒബ്സൊലറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒബ്സൊലറ്റ് ഡിപ്രീസിയേഷൻ്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, ഒരു കാലം കഴിയുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒബ്സൊലറ്റ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. മീൻസ് അതിൻ്റെ
യൂസ്ഫുൾനെസ് ഒരു സെർട്ടൻ പീരീഡ് വരെ. ഇപ്പോൾ ടൈപ്പ് റൈറ്റേഴ്സാണ് നമ്മൾ ഡിപ്രിസിയേഷൻ്റെ കേസിൽ പറയാറുള്ളത്. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ടൈപ്പ് റൈറ്റേഴ്സൊന്നും ആരും യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻഷനും കാര്യങ്ങളൊക്കെ വന്നപ്പം എന്താണ് ടൈപ്പ് റൈറ്റേഴ്സൊന്നും ആരും യൂസ് ചെയ്യാറുണ്ടായി. അതുകൊണ്ട് തന്നെ ഒബ്സലറ്റായി. പ്രൊഡക്റ്റ് ക്യാൻ ബി ഒബ്സലറ്റ്. ബട്ട് ബ്രാൻഡിന് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. കാരണം എത്ര കാലമാണ് കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ബ്രാൻഡിനൊരു എക്സിസ്റ്റൻസ് ഉള്ളത്, അത്രയും കാലം ഇവർക്ക് ഈ ബ്രാൻഡിന് എക്സിസ്റ്റൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് instantly meaningful and useful to consumers because it serves a specific function for them. എന്താ പറയണത്? ഇൻസ്റ്റൻ്റ്ലി മീനിങ് ആൻഡ് യൂസ്ഫുൾ. പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആവുന്ന എപ്പോഴാണ്? കൺസ്യൂമേഴ്സ് കാരണമാണ്. ബിക്കോസ് ഇറ്റ് സെർവ് എ സ്പെസിഫിക് ഫങ്ഷൻ ഫോർ ദം. കൺസ്യൂമേഴ്സിന് ഒരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതാണ് ആ ഒരു പ്രൊഡക്റ്റിനെ മീനിങ് ഫുൾ ആക്കണത്. ദെൻ ബ്രാൻഡിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ബിക്കം മീനിങ് ഫുൾ അണ്ടിൽ കസ്റ്റമേഴ്സ് ഹാവ് എ ചാൻസ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. എപ്പോഴേ ആവുള്ളൂ കൺസ്യൂമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ബ്രാൻഡ് നമുക്ക് മീനിങ് ഫുൾ ആവുള്ളൂ. ദെൻ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറയുന്നത് പ്രൊഡക്റ്റ് പെർഫോം എ ഫങ്ഷൻ. പ്രൊഡക്റ്റ് ഇറ്റ് പെർഫോം എ ഫങ്ഷൻ. ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ്. ബ്രാൻഡ് ആണെങ്കിലോ ഇറ്റ് ഓഫർ ആൻഡ് ഇമോഷൻ. ബ്രാൻഡ് എന്താണ് ശരിക്കും ആക്ച്വലി? കൺസ്യൂമേഴ്സിന് മനസ്സിലൊരു ഇമോഷനാണല്ലേ, അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ അതിന് ഇറ്റ് ഓഫർ ആൻഡ് ഇമോഷൻ. ദെൻ ലാസ്റ്റ് 2 പോയിൻറ്റ്സ് കൂടെ ഉണ്ട്. അതിൽ പറയുന്നത് കസ്റ്റമേഴ്സ് ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്റ്റിനോട് ഡിഡ്ന്റ് ഫോൾ ലവ് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മളും പ്രൊഡക്ട്സിനോട് ഇഷ്ടം തോന്നാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ബ്രാൻഡിനോട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ നമ്മൾ ബ്രാൻഡിനോട് തന്നെയാണ് ഇഷ്ടം തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് പ്രൊഡക്റ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് ബ്രാൻഡ് ആണെങ്കിലോ കസ്റ്റമേഴ്സ് ഫോൾ ലവ് വിത്ത് ബ്രാൻഡ്. ദെൻ 8th വൺ പറയണത് ഇറ്റ് ഫുൾഫിൽ നീഡ്. പ്രൊഡക്റ്റ് എന്താ ചെയ്യണത്? ഇറ്റ് ഫുൾഫിൽ നീഡ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ നീഡിനെ ഫുൾഫിൽ ചെയ്യുക ചെയ്യണത്. 8th വൺ ദെൻ ബ്രാൻഡിൽ പറയുന്നത് ഇറ്റ് ഫുൾഫിൽ എ വാണ്ട്. വാണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നീഡിൽ ഇപ്പോൾ ഇതിൽ പറയുന്ന എക്സാമ്പിൾ നോക്കി. നീഡ് എ കോഫി, എനി കോഫി. പ്രൊഡക്റ്റ് ഏത് കോഫി വേണമെങ്കിലും ആവാമല്ലോ. ഇപ്പോൾ നമുക്ക് കോഫി കുടിക്കണം, ഏത് കോഫി വേണമെങ്കിലും കുടിക്കാം അല്ലേ? അതാണ് എന്ത്? പ്രൊഡക്റ്റിൻ്റെ കേസിൽ. അപ്പോൾ ഫുൾഫിൽ എ നീഡാണ്. വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറയണത്. ഇപ്പോൾ ചിലർക്ക് ഒരു പർട്ടിക്കുലർ കോഫീനോട് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ബ്രൂ, നെസ്കഫെ, അങ്ങനെ പർട്ടിക്കുലർലി ഒരു കോഫീൻ്റെ അടുത്തൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവില്ലേ? അങ്ങനെ പേഴ്സണലി വാണ്ട്സ് നെസ്കഫെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബ്രൂ വേണം, അങ്ങനെ നമ്മളെ പേഴ്സണൽ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എന്ത്? ബ്രാൻഡ് എന്ന് പറയുന്നത്. അടുത്ത ഈ പറയുന്ന ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ള ടേം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഓസ്കാർ വൈൽഡ് വൺസ് സെഡ് ദാറ്റ് cynic is someone who knows the price of everything but the value of nothing. He might have been talking about people's attitude toward their company brands. ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ബ്രാൻഡ് ഇക്വിറ്റി വെച്ച് കഴിഞ്ഞാൽ ഓൾ ബ്രാൻഡ്സ് ഹാവ് വാല്യൂ ജസ്റ്റ് ലൈക്ക് ഫിസിക്കൽ അസറ്റ്സ് ഹാവ്. എല്ലാ ബ്രാൻഡുകൾക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. നമ്മളെ സാധാരണ രീതിയിലുള്ള ഫിസിക്കൽ അസറ്റ്സിനുള്ള അത്ര തന്നെ വാല്യൂ എന്തിനുണ്ട്? ബ്രാൻഡിനുണ്ട്. ബ്രാൻഡ്സ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് അസെറ്റ് അലോങ് വിത്ത് ഫിസിക്കൽ അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, എക്യുപ്മെൻറ്റ് എക്സെട്ര. ബിൽഡിങ്, എക്യുപ്മെൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ബ്രാൻഡിനെയും അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. Many companies recognize that the brand they own may be more valuable than even their physical asset. ചില കമ്പനീസൊക്കെ അവരുടെ ഈ ഒരു ബ്രാൻഡ് എന്നുള്ള കാര്യത്തിന് ഈവൻ മറ്റ് ഫിസിക്കൽ അസറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാറുണ്ട്. എ ബ്രാൻഡ് വിത്ത് സ്ട്രോങ് ബ്രാൻഡ് equity is valuable asset. A powerful brand has high brand equity. ഒരു പവർഫുൾ ബ്രാൻഡിന് ഒരു ഹൈ വാല്യൂ എന്തുണ്ടാവും? ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് added value with which a given brand endows a product. Brand equity simply refers to the value associated with a brand. Brand equity എന്ന് പറഞ്ഞാൽ is a value associated with a brand. ബ്രാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ബ്രാൻഡ് ഇക്വിറ്റി. ഇറ്റ് ഈസ് ദ വാല്യൂ ഇൻഹെറൻറ്റ് ഇൻ വെൽ നോൺ ബ്രാൻഡ് നെയിം. എന്താണ്? ഇറ്റ് ഈസ് എ വാല്യൂ ഇൻഹെറൻറ്റ് ഇൻ എ വെൽ നോൺ ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിമിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ വാല്യൂ ആണ് ബ്രാൻഡ് ഇക്വിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്രാൻഡ് ഇക്വിറ്റി റെഫേഴ്സ്
ടു ദ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ്. പിന്നെ അതിൻ്റെ എലമെൻറ്റുകളാണ് പറയുന്നത്. ബ്രാൻഡ് അവയർനെസ് ഉണ്ട്, പിന്നെ പറയുന്നത് പെർസീവ്ഡ് ക്വാളിറ്റി, ബ്രാൻഡ് അസോസിയേഷൻ ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി. അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. ബ്രാൻഡ് ഇക്വിറ്റി ഇത് കണ്ട പോലെ ബ്രാൻഡ് അവയർനെസ്, പെർസീവ്ഡ് വാല്യൂ, ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് ബ്രാൻഡ് അസോസിയേഷൻ. അങ്ങനെ 4 എലമെൻറ്റ്സ് ആണുള്ളത്. ബ്രാൻഡ് അവയർനെസ് എന്താണെന്ന് നോക്കുക. എന്തായിരിക്കും ആ ബ്രാൻഡിനെ കുറിച്ചിട്ടൊരു അവബോധം ഉണ്ടാവുക അല്ലെ, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് അവൈലബിൾ ആണെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊരു എന്ത് ചെയ്യാം, അവയർനെസ് ഉണ്ടാവുക. ബ്രാൻഡ് അവയർനെസ് മെഷർ ഹൗ മെനി കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ആർ ഫെമിലിയർ വിത്ത് ദി ബ്രാൻഡ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാൻഡ് ഫോർ ആൻഡ് ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ദി ബ്രാൻഡ്. അതായത് ഈ ബ്രാൻഡ് അവയർനെസ്സിൽ പറയുന്നത് എത്രത്തോളം കൺസ്യൂമേഴ്സിന് ഈ ബ്രാൻഡിനെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാം. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർ ആൻഡ് ഹാവ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ബ്രാൻഡ്. എത്ര പേർക്ക് അതിനെക്കുറിച്ചിട്ട് അവബോധം ഉണ്ട്, അതുപോലെ തന്നെ എത്ര നല്ല ഒപ്പീനിയൻസ് ആണുള്ളതാണ് ബ്രാൻഡ് അവയർനെസ്സിൽ നമ്മൾ നോക്കുക. ദെൻ സെക്കൻഡ് വൺ പെർസീവ്ഡ് ക്വാളിറ്റി. എന്തായിരിക്കും കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ബ്രാൻഡിനെ കുറിച്ചിട്ട് ഒരു ഇത്രയും എമൗണ്ട് ഓഫ് ക്വാളിറ്റി അതിനുണ്ടെന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ലേ. ബ്രാൻഡ് അവയർനെസ് അലോൺ ഡസ് നോട്ട് എൻഷുവർ എ സ്ട്രോങ് brand. Consumer might aware of brand but have a negative option its value of the firm's reputation. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ആ ബ്രാൻഡ് ഭയങ്കര, അതായത് ബ്രാൻഡിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവും, ബട്ട് എന്തായിരിക്കും അതിനെക്കുറിച്ച് ചിലപ്പോൾ ബ്രാൻഡ് മീൻസ് ആ ബ്രാൻഡിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്രാൻഡ് ഫെമിലിയർ ആണ്, ബട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ അത്ര നല്ല ഒരു ഇമേജ് അല്ല, അതായത് കമ്പനീൻ്റെ ബ്രാൻഡിനെ പറ്റിയിട്ട് നല്ലൊരു ഇമേജ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ആളുകൾ പെർസീവ് ചെയ്യുന്ന ക്വാളിറ്റി, അതായത് അവർക്ക് നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മളൊരു പെർസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മൾ വാങ്ങിക്കാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമുക്കൊരു പെർസീവ്ഡ് ഇമേജ് ഉണ്ടാവും അല്ലേ. അതാണ് സെക്കൻഡ് വണ്ണിൽ പറയുന്നത്. ദെൻ ബ്രാൻഡ് അസോസിയേഷനിൽ ബ്രാൻഡ് അസോസിയേഷൻ റെഫേഴ്സ് ടു ദ മെൻ്റൽ ലിങ്ക്സ് that consumers make between brand and its key product attributes such as logo, slogan, famous personalities, etc. ബ്രാൻഡ് അസോസിയേഷൻ വെച്ച് കഴിഞ്ഞാൽ ചില നമുക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് അത്രയും ട്രസ്റ്റ് വർത്തിനെസ് ഉള്ള ആളുകളെയാണ് അതിൻ്റെ ആഡിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആൾ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്രാൻഡാണ്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി നമ്മളൊരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല, നമ്മളെ ഒരു എക്സ്പെക്റ്റേഷന് ഇല്ലാണ്ടാക്കില്ല എന്നുള്ളൊരു വിശ്വാസം അല്ലേ. അതാണ് ബ്രാൻഡ് അസോസിയേഷൻ. നമ്മളെ മെൻ്റൽ ലിങ്ക്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് മേക്ക് ബിറ്റ്വീൻ ദ ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് കീ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. അത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ഒരു മെൻ്റൽ ലിങ്ക്, ആ ഒരു ബ്രാൻഡിലെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ലിങ്ക് ഇല്ലേ, അതിൻ്റെ ഒരു മെൻ്റൽ ലിങ്ക്, ദാറ്റ് ഈസ് അവരുടെ ലോഗോസ് ആവാം, സ്ലോഗൻസ് ആവാം. അപ്പോൾ മലബാർ ഗോൾഡിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വിശ്വാസം അതല്ല. അപ്പോൾ എന്താ ആ ട്രസ്റ്റ് ഉണ്ട്, അവർ അത്രമാത്രം ആ വിശ്വാസം എന്നുള്ളൊരു അവരുടെ പ്യൂരിറ്റിയിൽ അത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ലേ. അപ്പോൾ ഒരു മെൻ്റൽ ലിങ്കിനെയാണ് എന്ത് പറയുന്നത്, ബ്രാൻഡ് അസോസിയേഷൻ. അതേപോലെ തന്നെ ചിലത് കല്യാൺ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ മഞ്ജു വാര്യർ, അപ്പോൾ അതെന്താ ചിലർക്ക് ഒബ്വിയസ്ലി സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർ എന്തായിരിക്കും ഒരു വേറെ ഇമേജ് ആണല്ലോ അവരെ പറ്റിയിട്ടുള്ളത്, അത് നല്ലൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങളിൽ എന്താ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് കൊടുക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം ആ ഒരു മെൻ്റൽ ലിങ്കിനെയാണ് പറയുന്നത് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബ്രാൻഡ് ലോയൽറ്റി വെച്ച് ഞങ്ങൾക്ക് അറിയാം എന്താണ് ബ്രാൻഡ് ലോയൽറ്റി ഒക്കേഴ്സ് വെൻ ദ കൺസ്യൂമർ ബൈ ദ സെയിം പ്രൊഡക്റ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുമ്പോൾ എന്താണ് നമ്മൾ അതിനോട് ലോയൽ ആവുക ചെയ്യണത് അല്ലേ. ആൻഡ് റാദർ ദാൻ ബൈയിങ് ഫ്രം മൾട്ടിപ്പിൾ സപ്ലൈസ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡിനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെന്താ ഒരു ബ്രാൻഡ് ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ അല്ല. ബട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കണ്ടിന്യൂസ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളൊരു ബ്രാൻഡ് ലോയൽറ്റി ഉള്ള കസ്റ്റമറാണ്. ഇത്രയാണ് ബ്രാൻഡ് ഇക്വിറ്റിയിലുള്ളത് കേട്ടോ. അത് വാല്യൂ ഓഫ് ദി ബ്രാൻഡിനെ നമ്മൾ വിളിക്കുന്നത് ബ്രാൻഡ് ഇക്വിറ്റി. ദെൻ അതിൻ്റെ 4 എലമെൻറ്റ്സ് ആണ് ബ്രാൻഡ് അവയർനെസ്, പെർസീവ്ഡ് വാല്യൂ, ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് അസോസിയേഷൻ. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.